നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉപ്പുതറ പഞ്ചായത്തിന്റെ 9ാം വാർഡ് മാട്ടുത്താവളം പേയ്മെന്റ് സീറ്റാണെന്ന ആരോപണത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വം. ഒമ്പതര വർഷക്കാലത്തെ ഇടതുമുന്നണിയുടെ തെറ്റായ ജനദ്രോഹ നടപടികൾ ജനങ്ങളിലേക്ക് വീടാന്തരം എത്തിച്ചാൽ പിണറായി വിജയൻ സർക്കാരിനെ ജനങ്ങൾ തോർത്തെറിയുമെന്ന KPCC ജനറൽ സെക്രട്ടറി. കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിന്റെ മുൻ ചെയർപേഴ്സൺ ബീന ജോബിയും ഇത്തവണ വിമത സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത്. കഠിനമായ മലകയറ്റത്തിന് ശേഷം സന്നിധാനത്തെത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തർക്ക് വലിയ ആശ്വാസമാണ് സർക്കാർ ഹോമിയോ ആശുപത്രി ഒരുക്കുന്ന സൗജന്യ ചികിത്സാ സഹായം. വിശദമായ വാർത്തകളിലേക്ക് ആദ്യം നോക്കാം. പോരാട്ടം 2025. ഉപ്പുതറ പഞ്ചായത്തിന്റെ 9ാം വാർഡ് മാട്ടുത്താവളം പേയ്മെന്റ് സീറ്റാണെന്ന ആരോപണത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വം. കഴിഞ്ഞ ദിവസമാണ് ഈ സീറ്റിനെ ചൊല്ലി തർക്കമുന്നയിച്ച് സിൽജു പാലക്കുഴി എന്ന പ്രവർത്തകൻ സ്ഥാനാർത്ഥിയായത്. നിലവിൽ സ്ഥാനാർത്ഥിയായ ജോൺ ജോസഫ് മഞ്ഞനാമറ്റം കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള നിരവധി സ്ഥാനങ്ങൾ പാർട്ടിയിൽ വഹിക്കുന്ന അർഹതയുള്ള പ്രവർത്തകനാണെന്നും വാർഡ് കമ്മിറ്റി പേര് നിർദ്ദേശിച്ചതനുസരിച്ച് കോർ കമ്മിറ്റി കൂടിയാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതെന്നും ഈ പാർട്ടിയിൽ അനവധി പ്രവർത്തകർ ഉണ്ടെന്നും ഇതുപോലെയുള്ള സ്ഥാനമോഹികളെ അർഹിക്കുന്ന അവജ്ഞതയോടെ തള്ളിക്കളയുന്നു എന്നും നേതാക്കന്മാരായ മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ട്, ബിജോ വെട്ടിക്കുഴിച്ചാലിൽ എന്നിവർ പറഞ്ഞു. മാട്ടുതാവളം വാർഡിൽ റിബൽ സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ റിബൽ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ റിബൽ സ്ഥാനാർത്ഥിയല്ല. കോൺഗ്രസ് പാർട്ടി അവകാശപ്പെട്ടിരിക്കുന്ന സീറ്റാണ് സണ്ണി മഞ്ഞനാമറ്റത്തിന് കൊടുത്തിരിക്കുന്നത്. സണ്ണി മഞ്ഞനാമറ്റം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ ഉപ്പുതറ മണ്ഡലം സെക്രട്ടറിയും അതുപോലെ തന്നെ കർഷക കോൺഗ്രസിൻ്റെ ഉപ്പുതറ മണ്ഡലം പ്രസിഡൻറ്റും വർഷങ്ങളായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുകയും അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന വളരെ സജീവമായിരിക്കുന്ന ഒരു നേതാവിനാണ് മാട്ടുതാവളം വാർഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി അർഹതപ്പെട്ട കരങ്ങളിൽ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ശക്തമായിട്ട് പിടിച്ചെടുക്കുവാനുള്ള നടപടികളുമായിട്ടും അതുപോലെ തന്നെ പ്രവർത്തകരും എല്ലാവരുമായിട്ട് സജ്ജമായിട്ട് നിന്നുകൊണ്ട് മാട്ടുതാവളം വാർഡ് പിടിച്ചെടുക്കുവാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൈകളിൽ എത്തുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം, അതിൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെ മണ്ഡലം ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ, ബ്ലോക്ക് ഭാരവാഹികൾ എല്ലാവരും കൂടെ ഒത്തൊരുമയോടുകൂടി നിന്നുകൊണ്ട് ആ മണ്ഡലം, ആ വാർഡ് തിരിച്ചു പിടിക്കുവാൻ വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഉപ്പുതറ മണ്ഡലം കമ്മിറ്റി മുന്നിട്ടിറങ്ങുന്നതാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഷിനു ഫിലിപ്പ് ചേരുന്നു. ഷിനു, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? തദ്ദേശ സ്വയംഭരണ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണ്ണയം നോമിനേഷന് കഴിഞ്ഞ സ്ഥാനാർത്ഥികൾ ഫീൽഡ് വർക്കിലാണ്. ഉപ്പുതറ പഞ്ചായത്തിൽ ഇരുമുന്നണികളും കാര്യമായ അസ്വാരസ്യങ്ങളില്ലാതെ ആദ്യഘട്ടം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഡിവിഷനുകൾ സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ മാറി UDF സ്ഥാനാർത്ഥി ടോണി തോമസും LDF സ്ഥാനാർത്ഥി PS രാജനും കളനിറയുകയാണ്. പരിചയസമ്പത്തും ബന്ധങ്ങളും PS രാജന് തുണയാകുമെങ്കിലും യുവത്വത്തിൻ്റെ ആവേശത്തിൽ കളനിറയുകയാണ് ടോണി തോമസ്. ഇതോടൊപ്പം തന്നെ NDA DMK മുന്നണികളും ഉപ്പുതറ പഞ്ചായത്തിൽ കളത്തിൽ നിറയുന്നുണ്ട്. ഇതോടൊപ്പം മാട്ടുതാവളം 9ാം വാർഡ് പേയ്മെൻറ്റ് സീറ്റാണെന്ന വിവാദത്തിനെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. കർഷക കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റും കോൺഗ്രസിലെ ഏറെ സജീവ പ്രവർത്തനമായിരുന്ന ആൾക്കാണ് സ്ഥാനാർത്ഥി നൽകുന്നതും സ്ഥാനാർത്ഥി മോളുകളുടെ ജൽപ്പനങ്ങൾ കാര്യമാക്കുന്നില്ല എന്നും നേതാക്കൾ പറഞ്ഞു. എന്തായാലും ഉപ്പുതറ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഏറെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസ് വിട്ട് പുറത്തു വന്ന ശ്രീ VK കുഞ്ഞുമോൻ്റെ സ്ഥാനാർത്ഥിത്വം, അതോടൊപ്പം തന്നെ CPM വിട്ട് പുറത്തു വന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ജേക്കബിൻ്റെ സ്ഥാനാർത്ഥിത്വം, ഇതൊക്കെ ഏറെ ആകാംക്ഷയോടെയാണ് നാട്ടുകാർ നോക്കിക്കാണുന്നത്. ഷിനു ഫിലിപ്പാണ് വിവരങ്ങൾ നൽകിയത്. പാമ്പാടുംപാറ തിരികെ പിടിക്കാൻ UDF, ഭരണം നിലനിർത്താൻ LDF. തോട്ടം മേഖലയിൽ ഇത്തവണ കരുത്തുറ്റ പോരാട്ടമാണ് നടക്കുന്നത്. ഏലം കാർഷിക മേഖലയെ സ്ഥിതി ചെയ്യുന്ന പാമ്പാടുംപാറയിൽ ഇത്തവണയും വിജയം ആവർത്തിക്കാനുറച്ചാണ് ഇടതിന്റെ പടയൊരുക്കം.
കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന പാമ്പാടുംപാറയിലെ 2 പതിറ്റാണ്ടിന്റെ UDF ഭരണം അവസാനിപ്പിച്ച് LDF അധികാരത്തിലേറിയത് 2020-ലാണ്. 16 വാർഡുകളുള്ള പഞ്ചായത്തിൽ LDF 9, UDF 7 എന്നതാണ് നിലവിലെ കക്ഷിനില. LDF-ൽ CPM 5, കേരള കോൺഗ്രസ് 2, CPI 2 എന്നതാണ് കക്ഷിനില. UDF-ലെ മുഴുവൻ സീറ്റും കോൺഗ്രസിനാണ്. സ്കൂൾ ടർഫ് ഉൾപ്പെടെ സംസ്ഥാന തലത്തിൽ പോലും ശ്രദ്ധേയമായ പദ്ധതികൾ നടപ്പിലാക്കിയതിലൂടെ ഇത്തവണയും പാമ്പാടുംപാറ ഇടത് ചേരിയിൽ നിൽക്കുമെന്നാണ് LDF പ്രതീക്ഷ. ഞങ്ങൾ കഴിഞ്ഞ തവണ 9 സീറ്റിലാണ് വിജയിച്ച് അധികാരത്തിലെത്തിയത്. 9-ന് മുകളിലേക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ 16 സീറ്റ് വരെ ജയിച്ചാൽ മഹാഭൂരിപക്ഷത്തിൽ UDF-ന് ഒരു സീറ്റും കൊടുക്കാത്ത നിലയിലേക്ക് ഉള്ള പ്രവർത്തനവുമായാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്ത് ആദ്യമായി 2 ടർഫ് കോർട്ടുകൾ നിർമ്മിച്ച പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ അത് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്താണ് എന്ന് കൃത്യമായി പറയാൻ കഴിയും. ആരോഗ്യരംഗത്ത് 4 കോടി രൂപയോളം മുടക്കി 2-3 ബിൽഡിങ്ങുകൾ പുതിയതായി നിർമ്മിച്ചു കഴിഞ്ഞു. അതുപോലെ സ്കൂളിന് ജില്ലാ പഞ്ചായത്ത് ബഹുമാനപ്പെട്ട ഉടുമ്പൻചോല MLA ശ്രീ MM മണി, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തുടങ്ങി എല്ലാ ത്രിതല പഞ്ചായത്തിലെയും ഗവൺമെന്റിലെയും മുഴുവൻ ആനുകൂല്യങ്ങളും അവിടെ നിന്ന് കിട്ടേണ്ട എല്ലാ ഫണ്ടുകളും ലഭ്യമാക്കിക്കൊണ്ടാണ് വികസന പദ്ധതി ഞങ്ങൾ കുതിച്ചത്. മുൻ UDF ഭരണസമിതി കൊണ്ടുവന്ന പദ്ധതികൾ പോലും പിന്തുടരാൻ LDF-നായില്ലെന്നാണ് UDF ആരോപണം. സ്മാർട്ട് അംഗനവാടികൾ നിർമ്മിക്കുമെന്ന പ്രഖ്യാപനത്തോടെ പൊളിച്ച അംഗനവാടികളുടെ നിലവിലെ അവസ്ഥ വികസന മുരടിപ്പിന്റെ നേർചിത്രമാണെന്ന് UDF ചൂണ്ടിക്കാട്ടുന്നു. അവർ ഏറ്റവും കൂടുതൽ വികസനപരമായി ഹൈടെക് അംഗനവാടികൾ സ്ഥാപിച്ചു എന്നാണ് ഈ ഭരണസമിതി പറയുന്നത്. 5ഓളം അംഗനവാടികൾ പൊളിച്ചിട്ടിട്ട് കാലങ്ങളായി. ഒരു അംഗനവാടിയിലും ഒരു ബിൽഡിംഗ് കാലങ്ങളായിട്ട് വർദ്ധിച്ചുകൊണ്ട് അംഗനവാടികൾ പൊളിച്ചിട്ടുകൊണ്ട് പാവപ്പെട്ട കുട്ടികളുമായിട്ട് വാടകയ്ക്കും അല്ലെ അംഗനവാടികളുടെ പ്രവർത്തനം ഇല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലാണ് ഇന്ന് പോകുന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ BJP വിജയിച്ചിട്ടുള്ള വാർഡുകളിൽ ഉൾപ്പെടെ ഇത്തവണ വിജയം ആവർത്തിക്കാനാവുമെന്നും കൂടുതൽ വാർഡുകൾ നേടാനാവുമെന്നാണ് NDA ക്യാമ്പിന്റെ പ്രതീക്ഷ. BJP പരമാവധി എല്ലാ വാർഡുകളിലും മത്സരിക്കാനുള്ള ചർച്ചകൾ നടന്നു വരികയാണ്. NDA മുന്നണി സംവിധാനത്തിൽ എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളുണ്ടാവും. NDA മുന്നണി അധികാരത്തിൽ വന്നാൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കുവാനും ജനങ്ങൾക്ക് ജനോപകാരപ്രദമായ എല്ലാ വിഷയങ്ങളിൽ ഇടപെടുവാനും പ്രവർത്തിക്കുവാനും മുൻകൈയെടുക്കും BJP നേതൃത്വം എന്ന് മാത്രം പറയും. 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രചരണം ആരംഭിച്ചതോടെ തോട്ടം മേഖലയിലെ തെരഞ്ഞെടുപ്പ് ചൂട് വർദ്ധിച്ചു. ഏലമലകളിലെ രാഷ്ട്രീയം ഇത്തവണ ഒപ്പം നിൽക്കുമെന്നാണ് വിവിധ മുന്നണികളുടെ പ്രതീക്ഷ. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. 9 വർഷക്കാലത്തെ ഇടതുമുന്നണിയുടെ തെറ്റായ ജനദ്രോഹ നടപടികൾ ജനങ്ങളിലേക്ക് വീടാന്തരം എത്തിച്ചാൽ പിണറായി വിജയൻ സർക്കാരിനെ ജനങ്ങൾ തൂത്തെറിയുമെന്ന KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ രാജകുമാരി UDF മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒമ്പതര വർഷക്കാലത്തെ ഇടതുമുന്നണിയുടെ തെറ്റായ ജനദ്രോഹ നടപടികൾ ജനങ്ങളിലേക്ക് വീടാന്തരം എത്തിച്ചാൽ പിണറായി വിജയൻ സർക്കാരിനെ ജനങ്ങൾ തൂത്തിയെറിയും. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടാകാത്ത തരത്തിൽ കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ സംവിധാനത്തെ തകർത്തെറിഞ്ഞു സാമ്പത്തിക കെടുകാര്യസ്ഥതയുടെ ഉച്ചസ്ഥായിലേക്ക് കേരളത്തെ പിണറായി വിജയൻ സർക്കാർ നയിച്ചുവെന്നും അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ രാജകുമാരി UDF മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ജനായത്ത അടിസ്ഥാന തദ്ദേശ സ്വയംഭരണ സംവിധാനത്തെ തകർത്തെറിഞ്ഞ് സാമ്പത്തിക കെട്ടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ ഉച്ചസ്ഥായിലേക്ക് കേരളത്തെ നയിച്ച പിണറായി സർക്കാരിന്റെ ഏറ്റവും ഒടുവിലത്തെ സമയത്തൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുതുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാർഷിക മേഖലയായ രാജകുമാരി മേഖലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി UDF കൺവെൻഷനുകൾ പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മണ്ഡല വാർഡുതല കൺവെൻഷനുകൾ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രചരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. കൺവെൻഷന്റെ ഭാഗമായി മുഴുവൻ സ്ഥാനാർത്ഥികളെയും അണിനിരത്തി രാജകുമാരി ടൗണിൽ പ്രകടനവും നടത്തി. UDF
രാജകുമാരി സർവീസ് സഹകരണ ബാങ്ക് കെട്ടിടത്തിൽ നടന്ന മണ്ഡലം കൺവെൻഷനിൽ UDF ചെയർമാൻ ജോസ് കണ്ടതിൻകര, UDF കൺവീനർ റോയ് ചാത്തനാട്ട്, MP ജോസ്, KS അരുൺ, ജോർജ് ആരീപ്ലാക്കൽ, ഷാജി കൊച്ചുകരോട്ട്, സുനിൽ വാരിക്കാട്ട്, PR സദാശിവൻ, CV തോമസ്, നിരവധി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിന്റെ മുൻ ചെയർപേഴ്സൺ ബീന ജോബിയും ഇത്തവണ വിമത സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത്. കോൺഗ്രസ് നേതാക്കൾ AA വിഭാഗങ്ങൾക്ക് സീറ്റുകൾ വീതം വെച്ചപ്പോൾ അർഹരായവരെ അവഗണിച്ചു എന്നാണ് ഇവരുടെ ആരോപണം. കട്ടപ്പനയുടെ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും നഗരസഭാ കൗൺസിലറുമാണ് ബീന ജോബി. കോൺഗ്രസിന് തനിച്ച ഭൂരിപക്ഷമുണ്ടായിരുന്ന നഗരസഭ കഴിഞ്ഞ 5 വർഷത്തിനിടെ 3 ചെയർപേഴ്സൺമാരാണ് ഭരിച്ചത്. ഇതിൽ ആദ്യ 2 വർഷം ബീന ജോബിയായിരുന്നു ചെയർപേഴ്സൺ. ഇത്തവണ നഗരസഭയിൽ 31-ാം വാർഡിൽ നിന്ന് മത്സരിക്കാനായിരുന്നു തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങളും തുടങ്ങി. എന്നാൽ ഈ വാർഡ് UDF നേതൃത്വം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകി. അവിടുത്തെ കൗൺസിലർ ഉൾപ്പെടെ വന്നുള്ളവർ പറഞ്ഞു, ഞാൻ നോമിനേഷൻ പൂരിപ്പിച്ച പേപ്പറിൽ പോലും വാർഡ് പ്രസിഡന്റാണ് അവിടെ സൈൻ ചെയ്തിരിക്കുന്നത്. അവർ പറഞ്ഞു, ഞങ്ങളുടെ വാർഡിൽ അങ്ങനെ ഒരു മത്സരിക്കാൻ ഒരാളില്ല, അതുകൊണ്ട് ചേച്ചി അവിടെ ഒന്ന് മത്സരിക്കണം, ഞങ്ങൾ ഫുൾ സപ്പോർട്ടുണ്ട്, അപ്പം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നല്ല ഒന്നിച്ച് പോകണമെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഓരോ വാർഡിൻ്റെയും ചർച്ചകൾ നടക്കുന്ന ഇടയ്ക്ക് അവസാനമായിട്ട് അറിഞ്ഞത് ഈ ഗവൺമെൻറ് കോളേജ് വാർഡ് കേരള കോൺഗ്രസ്സിന് കൊടുത്തു, ജോസഫ് ഗ്രൂപ്പിന് കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കേരള കോൺഗ്രസിൻ്റെ ജോസഫ് ഗ്രൂപ്പിൻ്റെ ആ വാർഡിലൊരു 10 വീട്ടുകാർ പോയിട്ട് 5 വീട്ടുകാർ പോലുമില്ല. കാരണം ഇപ്പം ജോസഫ് ഗ്രൂപ്പിൽ മത്സരിക്കുന്ന ആളോട് നേരത്തെ കോൺഗ്രസിൻ്റെ ആളായിട്ട് മത്സരിക്കാൻ ചോദിച്ചപ്പോൾ അത് സമ്മതിക്കാതിരുന്ന ആളാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസ് AI വിഭാഗങ്ങൾ സീറ്റുകൾ വീതം വച്ചതായാണ് ബീന ജോബിയുടെ ആരോപണം. യുവാക്കൾ ഉൾപ്പെടെ അർഹരായ നിരവധി പേർക്ക് സീറ്റ് നിഷേധിച്ചതായും ഇവർ പറയുന്നു. അതാത് സ്ഥലത്ത് മത്സരിച്ച് ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു AI ഗ്രൂപ്പിൻ്റെ ഇതുള്ളതുകൊണ്ടായിരിക്കാം, അവരവർക്ക് വേണ്ടി കൈവെക്കാൻ വേണ്ട ആൾക്കാർ വേണമെന്ന ഉദ്ദേശത്തിലായിരിക്കാം അവരവർക്ക് ഇഷ്ടക്കാരെ തന്നെ ഓരോ വാർഡിലും നിയമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാലോചന ഇല്ലാതെയാണ് ഈ പ്രാവശ്യം ഒരു ജയിക്കാൻ ഉള്ള ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കട്ടപ്പന നഗരസഭയിൽ മുൻ ചെയർപേഴ്സൺമാരായ 2 പേർ ഇത്തവണ ജനറൽ സീറ്റിൽ മത്സരിക്കുന്നു. ഈ വാർഡുകളിലുൾപ്പെടെ 4 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതൻ രംഗത്തുണ്ട്. സിറ്റി വിഷൻ, കട്ടപ്പന. CPM വിട്ട് കോൺഗ്രസിൽ ചേർന്ന ബ്രാഞ്ച് സെക്രട്ടറി CPMൽ വീണ്ടും തിരിച്ചെത്തി. ദീർഘകാലം ബ്രാഞ്ച് സെക്രട്ടറിയായി കോമ്പയർ മേഖലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന തോമസ് വർഗീസാണ് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. 3 മാസത്തിനു ശേഷമാണ് തോമസ് വർഗീസ് വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നത്. മുൻ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന തോമസ് വർഗീസ് 15 വർഷം മുമ്പാണ് പാർട്ടി വിട്ട് CPMൽ ചേർന്നത്. കോമ്പയർ മേഖലയിലെ പ്രാദേശിക CPM നേതാവായി പ്രവർത്തിക്കുകയായിരുന്നു ഇയാൾ. 10 വർഷത്തോളം ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു. പാർട്ടിക്കുള്ളിലുണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങളാണ് പാർട്ടി വിടുവാൻ കാരണമെന്നും മാതൃപ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കുവാൻ ആവാത്തതിനാലാണ് തിരിച്ചു വരുന്നതെന്നും തോമസ് വർഗീസ് പറഞ്ഞു. കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ തമ്മിലടിയും അച്ചടക്കരാഹിത്യവും ഗ്രൂപ്പിസവും വർഗീയ ശക്തികൾക്കൊപ്പം കൂട്ടുകൂടുന്ന നയസമീപനങ്ങളിലും പ്രതിഷേധിച്ചാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസിൻ്റെ അകത്ത് ചെന്നു ഒരു മാലയിട്ടു എന്നതുകൊണ്ട് ഒരു കോൺഗ്രസ്സുകാരനാകുന്നില്ല. അവരുടെ അവിടെ ഇടയ്ക്കിലുണ്ടാകുന്ന വർഗീയതയും അത്തരം നിലപാടുകൾ അവരെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി അവരെടുക്കുന്ന ചില നയങ്ങളും അതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിക്കും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പോയതുപോലെ തന്നെ തിരിച്ച് പോരാൻ കാരണം. പാർട്ടി നേതാക്കളായ തമ്പി സുകുമാരൻ, ജയകുമാർ തുടങ്ങിയവർ പതാക നൽകിയാണ് ഇദ്ദേഹത്തെ വീണ്ടും പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇനി ചെറിയൊരു ഇടവേള.
1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ശരണമന്ത്രം. കഠിനമായ മലകയറ്റത്തിന് ശേഷം സന്നിധാനത്തെത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തർക്ക് വലിയ ആശ്വാസമാണ് സർക്കാർ ഹോമിയോ ആശുപത്രി ഒരുക്കുന്ന സൗജന്യ ചികിത്സാ സഹായം. ദീർഘദൂര യാത്രയുടെയും കാലാവസ്ഥാ മാറ്റത്തിന്റെയും ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന തീർത്ഥാടകർക്കും ശബരിമല ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്കും ആശ്രയമായി മാറിയിരിക്കുകയാണ് ഹോമിയോ ആശുപത്രി. രണ്ട് മെഡിക്കൽ ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് ഹോമിയോ ആശുപത്രി പ്രവർത്തിക്കുന്നത്. 2 ഫാർമസിസ്റ്റുമാർ, 2 അറ്റൻഡർമാർ, 1 ക്ലീനർ എന്നിവരടങ്ങുന്ന ജീവനക്കാരും സേവനസന്നദ്ധരായി മുഴുവൻ സമയവും ഇവിടെയുണ്ട്. ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കാണ് ഭൂരിഭാഗം തീർത്ഥാടകരും ചികിത്സ തേടിയെത്തുന്നത്. ഇതിനു പുറമെ യാത്രക്കിടയിലെ ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ മൂലമുണ്ടാകുന്ന ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്കും അലർജി പോലുള്ള ത്വക്ക് രോഗങ്ങൾക്കും ധാരാളം പേർ ചികിത്സ തേടുന്നു. സ്കിൻ കംപ്ലയിൻസ്, ചെറിയ ചെറിയ മുറിവുകൾ, അതുകൂടാതെ തന്നെ ഗ്യാസ്ട്രിക് കംപ്ലയിൻസ്, മിക്കവാറും ആഹാരം കഴിച്ചതിന് ശേഷമുള്ള ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, അതിനുള്ള മരുന്ന് ഇവിടെ കൊടുക്കാറുണ്ട്. അതുകൂടാതെ തന്നെ സ്ഥിരമായിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഇന്നിപ്പം അയ്യപ്പ ഭക്തന്മാരോടെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഹോമിയോ മരുന്ന് തീർന്നു പോവുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് അവർക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ആ മരുന്ന് വാങ്ങാവുന്നതാണ്. അതുകൂടാതെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റേ ജീവനക്കാരെല്ലാം പ്രതിരോധ മരുന്ന് ആവശ്യപ്പെട്ട് വരാറുണ്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ മാറ്റവും പിന്നെ തുടർച്ചയായിട്ട് അവർക്കിടെ ഈ ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്യുമ്പോഴത്തേക്ക് അതിൽ പകർച്ചവ്യാധിക്ക് വരാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ പ്രതിരോധ മരുന്ന്, ഇപ്പോൾ പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള മരുന്നോ അല്ലെങ്കിൽ ചിക്കൻ പോക്സ് പോലത്തുള്ള പ്രതിരോധ അസുഖങ്ങൾക്കുള്ള മരുന്നും നമുക്ക് ഇവിടുന്ന് നൽകാറുണ്ട്. പലവിധ പ്രതിരോധ മരുന്നുകളുടെ വിതരണവും ആശുപത്രി വഴി നടക്കുന്നുണ്ട്. അതോടൊപ്പം ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നവർക്കായി നെബുലൈസേഷൻ സൗകര്യവും ആവി വലിക്കാനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചെറിയ പരിക്കുകൾ പറ്റുന്നവർക്കായി ഡ്രസ്സിംഗ് ചെയ്യാനുള്ള സേവനവും കേന്ദ്രത്തിൽ സൗജന്യമായി ലഭ്യമാണ്. സന്നിധാനത്തെ വലിയ നടപ്പന്തൽ ആരംഭിക്കുന്ന ഭാഗത്താണ് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. സിറ്റി വിഷൻ, സന്നിധാനം. മണ്ഡലമകരവിളക്ക് തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർക്ക് ആത്മീയ നിർവൃതി നൽകിക്കൊണ്ട് ശബരിമല ഡ്യൂട്ടിയിലുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഉദ്യോഗസ്ഥർ അവതരിപ്പിച്ച ഗാനാഞ്ജലി ശ്രദ്ധേയമായി. തീർത്ഥാടകരുടെ മനസ്സിലെന്നും ഇടം പിടിച്ച ഒരുപിടി ഭക്തിഗാനങ്ങൾ കോർത്തിണക്കിയാണ് ഫയർഫോഴ്സ് സംഘം സന്നിധാനത്തെ കൂടുതൽ ഭക്തിസാന്ദ്രമാക്കിയത്. ഒരു
വിവിധ ജില്ലകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ ഔദ്യോഗിക ജോലി നിറവേറ്റുന്നതിനിടയിൽ കാഴ്ചവെച്ച കലാവിരുന്ന് ശബരിമല ദർശനത്തിനെത്തിയ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തർക്ക് പോലും പ്രത്യേക അനുഭവം സമ്മാനിച്ചു. സന്നിധാനം ഫയർ ആൻഡ് റെസ്ക്യൂ സ്പെഷ്യൽ ഓഫീസർമാരായ സൂരജിന്റെയും അർജുൻ കൃഷ്ണന്റെയും നേതൃത്വത്തിൽ നിലവിളക്ക് തെളിച്ചുകൊണ്ടായിരുന്നു പരിപാടി തുടങ്ങിയത്. വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരായ VS ലിവിൻസൺ, K ലിനിൻ, M ഷിജിത്ത്, നിഷാന്ത് എന്നിവരാണ് ഗാനങ്ങൾ അവതരിപ്പിച്ചത്. സിറ്റി വിഷൻ, സന്നിധാനം. ശബരിമലയിൽ പോലീസിന്റെ പുതിയ ബാച്ച് ചുമതലയേറ്റു. 1543 പേരാണ് രണ്ടാം ബാച്ചിലുള്ളത്. അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസറും 10 DYSPമാരും 34 CIമാരും സംഘത്തിൽ ഉൾപ്പെടുന്നു. സന്നിധാനത്തെ വലിയ നടപ്പന്തലിൽ നടന്ന ചടങ്ങിൽ സ്പെഷ്യൽ ഓഫീസർ ML സുനിൽ ഉദ്യോഗസ്ഥർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി. ഭക്തർക്ക് പരമാവധി സഹായം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും അവരോട് സൗമ്യമായി പെരുമാറണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നും അതിനാൽ സദാസമയവും ജാഗ്രത വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ASOമാരായ KJ ദിനിൽകുമാർ, S അജയകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 10 ദിവസമാണ് ഒരു ബാച്ചിന്റെ സേവനം. മൊത്തത്തിൽ 1543 പേരുടെ ഡിപ്ലോയ്മെന്റാണ് ഈ DPSൽ നമ്മൾക്കുള്ളത്. അതിൽ 10 DYSP ഉണ്ട്, അതുപോലെ തന്നെ 34 IPമാരുണ്ട്. അതുകൂടാതെ SIs, ASIs, അതുപോലെ CPOs അങ്ങനെ എല്ലാ നമ്മുടെ കുമ്മമാര് ഉൾപ്പെടെ ഓഫീസേഴ്സ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പറയാനുള്ളത് സൂചിപ്പിക്കുന്നത് നോർമലോട് ഡ്യൂട്ടിയല്ല. നമ്മൾ ഈ DPSന് അയ്യപ്പന്മാർക്ക് സുഗമമായ ദർശനം സാധ്യമാക്കാനുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നമ്മുടെ ജോലി. അവരെ സഹായിച്ച് സുഗമമായ ദർശനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കാനുള്ളതാണ് ആദ്യമായ പ്രാഥമികമായിട്ടുള്ള കടമ. അതുപോലെ തന്നെ അനിയന്ത്രിതമായ തിരക്ക് വരുമ്പോൾ സ്റ്റാമ്പേഡ് ഒഴിവാക്കുക. സ്റ്റാമ്പേഡ് ഒഴിവാക്കുക എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഇപ്പോൾ എയർബേസിൽ തന്നെ 2 സിറ്റുവേഷൻസ് നമുക്ക് ഫേസ് ചെയ്യുന്നതാണ്. ഒരു സ്റ്റാമ്പേഡ് ലൈഫ് സിറ്റുവേഷൻസ് അത് നമ്മൾ ഒഴിവാക്കിയത് പ്രഷർ റിലീസ് ചെയ്യുക. എവിടെ കൂടുതൽ പ്രഷർ ഉണ്ടോ ആ പ്രഷർ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് സ്റ്റാമ്പേഡ് ഒഴിവാക്കാനുള്ള നമ്മുടെ പ്രാഥമികമായ കാര്യം എന്നുള്ളത്. അത് നിങ്ങൾ ചെയ്യണം. നെടുങ്കണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ആൻഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന സപ്തദിന ശില്പശാല സമാപിച്ചു. കേരള യൂണിവേഴ്സിറ്റിയുടെയും കേന്ദ്ര ഏജൻസി ICSRന്റെയും സംയുക്ത സംരംഭമായ ശില്പശാലയാക്കി ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്ത ഏക സ്കൂളാണിത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മേഖലകളിലെ പെൺകുട്ടികളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക് മേഖലകളിൽ പരിശീലനം നൽകി ശാസ്ത്ര അഭിരുചി വളർത്തി മികച്ച അക്കാദമിക വളർച്ച നേടുന്നതിനും വൈജ്ഞാനിക മേഖലകളിൽ തങ്ങളുടേതായ സംഭാവനകൾ നൽകുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിരുന്നു ശില്പശാല. 40ഓളം പെൺകുട്ടികൾ പങ്കെടുത്തു. കേരള യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന്റെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദിവ്യ C സേനനാണ് പ്രവർത്തനങ്ങളുടെ ഏകോപനം. വിവിധ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ പ്രവർത്തന എക്സിബിഷനും നടന്നു. മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ച കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി എക്സിബിഷനിൽ പങ്കെടുക്കാം. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി K ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ധനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സുരേഷ് കുമാർ KM, HM ശ്രീരേഖ TR തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. CSDS നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ഭരണഘടനാ ദിനത്തിൽ ദലിത് ക്രിസ്ത്യൻ കോൺക്ലേവ് ഏദൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. 6 പതിറ്റാണ്ടിലേറെയായി ദളിത് ക്രൈസ്തവർക്ക് അധികാരത്തിന്റെയും പ്രാതിനിധ്യത്തിന്റെയും വാതിലുകൾ അടഞ്ഞുകിടക്കുകയാണ്. സംസ്ഥാനം രൂപീകരണ ശേഷം സംവരണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ദളിത് ക്രൈസ്തവ നേതാക്കൾ സ്ഥിരമായി സമരത്തിലാണ്. ഇപ്പോഴത്തെ തുച്ഛമായ അവകാശം പോലും മുൻ തലമുറയുടെ അവകാശ പോരാട്ടങ്ങളുടെ ഫലമാണ്. മാറി മാറി അധികാരത്തിലെത്തുന്ന സർക്കാരുകൾ
പരിഗണിക്കുന്നില്ല. ഇനിയും ഈ അവസ്ഥ തുടരാൻ അനുവദിക്കരുത് എന്ന ലക്ഷ്യത്തോടെയാണ് കട്ടപ്പനയിൽ മതസമുദായ നേതാക്കളുടെ പിന്തുണയോടെ പരിപാടി സംഘടിപ്പിച്ചത്. പാസ്റ്റർ അനിൽ കൊടിത്തോടം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേഷ്, സെക്രട്ടറി സുനിൽ കെ തങ്കപ്പൻ, ബാബു ജേക്കബ്, ആഗ്ലിക്കൻ സഭ ബിഷപ്പ്, ട്രഷറർ പ്രവീൺ വി പോയി, സെക്രട്ടറി ലീലാമ ബെന്നി, വിവിധ മതസമുദായ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,725 രൂപ, പവന് 93,800 രൂപ, വെള്ളി ഗ്രാമിന് 176 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉപ്പുതറ പഞ്ചായത്തിന്റെ 9ാം വാർഡ് മാട്ടുത്താവളം പേയ്മെന്റ് സീറ്റാണെന്ന ആരോപണത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വം. ഒമ്പതര വർഷക്കാലത്ത് ഇടതുമുന്നണിയുടെ തെറ്റായ ജനദ്രോഹ നടപടികൾ ജനങ്ങളിലേക്ക് വീടാന്തരം എത്തിച്ചാൽ പിണറായി വിജയൻ സർക്കാരിനെ ജനങ്ങൾ തൂത്തെറിയുമെന്ന KPCC ജനറൽ സെക്രട്ടറി. കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിന്റെ മുൻ ചെയർപേഴ്സൺ ബീന ജോബിയും ഇത്തവണ വിമത സ്ഥാനാർത്ഥിയായി മത്സര രംഗത്ത്. കഠിനമായ മലകയറ്റത്തിന് ശേഷം സന്നിധാനത്തെത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തർക്ക് വലിയ ആശ്വാസമാണ് സർക്കാർ ഹോമിയോ ആശുപത്രി ഒരുക്കുന്ന സൗജന്യ ചികിത്സാ സഹായം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.